കൂടൽ അഴകർ പെരുമാൾ കോവിൽ, മധുര. 108 ദിവ്യദേശങ്ങളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നതാണ് ഈ ക്ഷേത്രം. മധുര മീനാക്ഷി ക്ഷേത്രത്തിന് തൊട്ടു ചേർന്നാണ് ഈ ക്ഷേത്രം. കൃതായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ 4 യുഗങ്ങളിലും സംബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രമാണിത്. കൃതായുഗത്തിൽ ബ്രഹ്മപുത്രനായ വിശ്വകർമാവിനാൽ പണി കഴിപ്പിച്ച ക്ഷേത്രമാണെന്നും വിശ്വാസമുണ്ട്. ത്രേതായുഗത്തിൽ പൃഥ്വി മഹാരാജാവ് തൻ്റെ രഥത്തിലേറി ആകാശമാർഗം സഞ്ചരിക്കവേ ഈ സ്ഥലത്തെത്തിയപ്പോൾ രഥം തനിയെ താഴെ വന്നുവെന്നും രാജാവ് കൂടൽ അഴകരെ ആരാധിച്ചുവെന്നും ചരിത്രമുണ്ട്. ദ്വാപരയുഗത്തിൽ അംബരീക്ഷ മഹാരാജാവും ഈ ക്ഷേത്രത്തിൽ ആരാധന ചെയ്തിട്ടുണ്ട്. കലിയുഗത്തിൽ ബുധൻ്റെ മകൻ പുരുരാവസ്, അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ദ്രദ്യുമ്നൻ ഇവിടെ പൂജിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് മലയധ്വജൻ എന്ന പേരുമുണ്ട്. ഇവർ പാണ്ഡ്യരാജാക്കന്മാരായിരുന്നു. ക്ഷേത്രഗോപുരം കടന്ന് അകത്തുള്ള ശ്രീകോവിലിൽ 3 നിലകളായി 3 പ്രതിഷ്ഠകളുണ്ട്. താഴെ ശ്രീദേവി ഭൂദേവിയോടുകൂടി വിലാസനത്തിന് ഇരിക്കുന്ന ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ്. കൂടൽ അഴകർ എന്നാണ് ഭഗവാന്റെ തിരുനാമം. പടിക്കെട്ടുകൾ കയറി ആദ്യത്തെ നിലയിൽ എത്തിയാൽ ദേവിമാരോട് ചേർന്ന് നിൽക്കുന്ന ഭാവത്തിലുള്ള പ്രതിഷ്ഠയുണ്ട്. സൂര്യനാരായണൻ എന്നാണ് തിരുനാമം. താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന പടികൾ കയറിയാൽ മുകളിലത്തെ നിലയിൽ ക്ഷീരാബ്ദി ശയ്യായി ഭഗവാൻ ശയനം ചെയ്യുന്നതും ദർശിക്കാം. 3 നിലയിലുള്ള ഈ ശ്രീകോവിൽ സാമാന്യം വലിപ്പമുള്ളതാണ്. അഷ്ടാംഗ വിമാനം എന്നാണിതിന് പേര്. വ്യൂഹസുന്ദര രാജപെരുമാൾ എന്നാണ് ഉത്സവമൂർത്തിയുടെ തിരുനാമം. ഈ ഉത്സവമൂർത്തിയെ പറ്റി വലിയൊരു കഥയുണ്ട്. ആഴ്വാർമാരുടെ ചരിത്രങ്ങളിൽ വലിയൊരു സംഭവം നടന്നത് ഇവിടെ വെച്ചാണ്. വല്ലഭദേവ പാണ്ഡ്യരാജാവായിരുന്ന കാലത്ത് ദേവന്മാരിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന വിഷയത്തിൽ ചർച്ച നടന്നു. ധാരാളം പണ്ഡിതന്മാർ മധുരയിൽ എത്തിച്ചേർന്നു. കൂട്ടത്തിൽ ശ്രീവില്ലിപുത്തൂരിൽ നിന്ന് പെരിയാഴ്വാരും എത്തിച്ചേർന്നു. 12 ആഴ്വാർമാരിൽ വിഷ്ണുവാഹനമായ ഗരുഡൻ്റെ അംശമാണ് പെരിയാഴ്വാർ. 12 ആഴ്വാർമാരിൽ ഒരേയൊരു സ്ത്രീയും ഭൂമിദേവിയുടെ അംശവുമായ തിരു ആണ്ടാൾ പെരിയാഴ്വാരുടെ വളർത്തുമകളാണ്. ഏതായാലും വേദങ്ങൾ പോലും തൊഴുതു സ്തുതിക്കപ്പെടുന്ന വിഷ്ണുവാണ് ശ്രേഷ്ഠനെന്ന് പെരിയാഴ്വാർ സ്ഥാപിച്ചു. രാജാവ് സന്തോഷത്തോടെ ആഴ്വാരെ ആനപ്പുറത്ത് കയറ്റി എഴുന്നള്ളിച്ചു. തൻ്റെ ഭക്തന് നൽകിയ ഈ ആദരവ് നേരിട്ട് കാണുന്നതിന് ഭഗവാൻ ഗരുഡവാഹനത്തിൽ കയറി പുറത്തേക്ക് എഴുന്നള്ളി വരുന്ന വ്യൂഹസുന്ദര രാജപെരുമാളിൻ്റെ സൗന്ദര്യം കണ്ട് പെരിയാഴ്വാർ അതിശയിച്ചു. ദുർബുദ്ധികളും ദുഷ്ടന്മാരും നിറഞ്ഞ ഈ കാലത്ത് ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ ആരെങ്കിലും ഭഗവാനെ കന്നുവെക്കുമോ എന്നുള്ള ശങ്ക ആഴ്വാർക്കുണ്ടായി. ഭഗവാനിന് ദൃഷ്ടിദോഷം വരാതിരിക്കാൻ അന്നേരം പാടിയ കീർത്തനം പിന്നീട് പ്രസിദ്ധമായി. പല്ലാണ്ട് പല്ലാണ്ട് പല്ലായിരത്താണ്ട് പലകോടി 100,000 എന്നു തുടങ്ങുന്ന ഭാസുരം 4000 ദിവ്യപ്രസ്വന്ദങ്ങളിൽ ആദ്യത്തെ മംഗലാശാസനമായി പാടിവരുന്നു. അനേകായിരം വർഷം ഭഗവാനെ അങ്ങ് നീണാൽ വാഴട്ടെ എന്നാണ് ഇതിൻ്റെ സാമാന്യാർത്ഥം. ആനപ്പുറത്ത് കയറി വരുന്ന ഭാവത്തിലാണ് പെരിയാഴ്വാരുടെ ചിത്രം ഇന്നും കാണപ്പെടുന്നത്. എപ്പോൾ ദിവ്യപ്രബന്ധം പാടി തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഈ പല്ലാണ്ട് പാടുകയെന്നുള്ള നിയമമാണ്. മധുരവള്ളി തായാർ എന്ന നാമത്തിലുള്ള ദേവിക്ക് പ്രത്യേക സന്നിധിയുണ്ട്. കൂടാതെ ആണ്ടാൾ, നവഗ്രഹങ്ങൾ എന്നീ സന്നിധികളുമുണ്ട്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.